നമസ്കാരം. കേരളത്തില് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാനുണ്ടോ? ഉണ്ടെങ്കിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളൊരു ഐഡിയയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതാണ് കാർ വാഷ് ആൻഡ് ഡീറ്റെയിലിംഗ്. സംഭവം എന്താന്ന് വെച്ചാ, ഇപ്പോൾ വണ്ടി എടുക്കുന്ന എല്ലാവർക്കും അത് പുത്തൻ പോലെ തന്നെ കൊണ്ടു നടക്കാനാണ് ഇഷ്ടം, അല്ലേ? അപ്പോൾ ഈ ഒരു ആഗ്രഹത്തെ എങ്ങനെ നമുക്കൊരു കിടിലൻ ബിസിനസ്സാക്കി മാറ്റാം? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കേ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾ വെറും ഒരു കാർ വാഷ് മാത്രം തുടങ്ങിയെന്ന് വെക്കാം. എന്താ പ്രശ്നം? കിട്ടുന്ന വരുമാനത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാവും, അല്ലേ? ഇനി അതല്ല, നിങ്ങൾ ഡീറ്റെയിലിംഗ് മാത്രമാണ് ചെയ്യുന്നതെങ്കിലോ? ചിലപ്പോൾ നല്ല പൈസയ്ക്ക് ഓർഡർ കിട്ടും, പക്ഷേ എല്ലാ മാസവും ഒരുപോലെ കാശ് വരുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പൊ പിന്നെ എന്തു ചെയ്യും? ഇതിനൊരു പരിഹാരം വേണ്ടേ? അതിനൊരു കിടിലൻ സൊല്യൂഷനുണ്ട്. കോംബോ മോഡൽ. സംഭവം സിമ്പിളാണ്. കാർ വാഷിൽ നിന്ന് എന്നും കിട്ടുന്ന ഒരു സ്ഥിരം വരുമാനം, അതിന്റെ കൂടെ ഡീറ്റെയിലിംഗിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വലിയ ലാഭം, ഇത് രണ്ടും കൂടെ ഒന്നിക്കുന്നു. അപ്പൊ എന്താ ഗുണം? ബിസിനസ്സിന് നല്ല സ്റ്റെബിലിറ്റിയും കിട്ടും, ഒപ്പം നല്ല ഗ്രോത്തും ഉണ്ടാവും. അപ്പോ ഈ കോംബോ മോഡൽ അത് ശരിക്കും എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഈ പറയുന്ന സ്ഥിരതയും ലാഭവും എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത്? ആ ഒരു മാജിക് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയാലോ? ഇതിന്റെ ഐഡിയ വളരെ സിമ്പിളാണ്. ദിവസവും വരുന്ന ബേസിക് വാഷുകളില്ലേ, അത് നിങ്ങളുടെ കടയുടെ വാടക, ശമ്പളം, കറന്റ് ബിൽ അങ്ങനെയുള്ള ഡെയിലി ചെലവുകൾ നോക്കാൻ സഹായിക്കും. അതായത് ബിസിനസ് മുന്നോട്ട് ഉരുണ്ടുപോകും. പക്ഷേ ആ റിയൽ ഗ്രോത്ത്, ആ വലിയ പ്രോഫിറ്റ് വരുന്നത് എവിടുന്നാണെന്നറിയോ? അത് ഡീറ്റെയിലിംഗ് സർവീസുകളിൽ നിന്നാണ്. നമുക്കിങ്ങനെ പറയാം, കാർ വാഷ് ബിസിനസിന്റെ ഒരു എഞ്ചിനാണെങ്കിൽ ഡീറ്റെയിലിംഗ് അതിന്റെ ടർബോ ചാർജറാണ്. രണ്ടും വേണം. ഓക്കെ, ഇനി വരുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: ലൊക്കേഷൻ. ഏതൊരു ബിസിനസ്സിനും അതിന്റെ അടിത്തറയെന്ന് പറയുന്നത് ലൊക്കേഷനും പിന്നെ കുറച്ച് നിയമവശങ്ങളുമാണ്. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഈ ബിസിനസ്സിന്റെ വിജയത്തിന്റെ ഒരു 50% നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആ ലൊക്കേഷനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോ ഒരു ഐഡിയൽ ലൊക്കേഷന് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് നോക്കാം. 1. ഏകദേശം ഒരു 1200 തൊട്ട് 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം. 2. ഒരേ സമയം 2 വണ്ടിയെങ്കിലും വാഷ് ചെയ്യാൻ പറ്റുന്ന വാഷ് ബേകൾ വേണം. 3. ഡീറ്റെയിലിംഗ് ചെയ്യാൻ പൊടിയൊന്നും കയറാത്ത അടച്ചൊരു റൂം, ഇത് മസ്റ്റാണ്. 4. വെള്ളം കെട്ടി നിൽക്കാതെ പോകാൻ നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആളുകളുടെ കണ്ണിൽ പെട്ടെന്ന് പെടുന്ന ഒരു മെയിൻ റോഡ് സൈഡ് ആണെങ്കിൽ പൊളിച്ചു. ശരി, സ്ഥലം കിട്ടി. ഇനി അതിന്റെ ലേഔട്ട് എങ്ങനെ വേണം? ഏറ്റവും സ്മാർട്ടായിട്ടുള്ള പ്ലാൻ ഇതാണ്. മുൻവശത്ത് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്യുക, പുറകുവശത്തായിട്ട് ആ അടച്ച ഡീറ്റെയിലിംഗ് റൂം. പിന്നെ ഒരു കാര്യം വിട്ടുപോകരുത്, വരുന്ന കസ്റ്റമേഴ്സിന് ഇരിക്കാനും വെയിറ്റ് ചെയ്യാനുമൊക്കെയായിട്ട് നല്ല വൃത്തിയുള്ള ഒരു പ്രൊഫഷണൽ ഫീല് തരുന്ന വെയിറ്റിംഗ് ഏരിയ, അതും നിർബന്ധമാണ്. ഓക്കെ, ഇനി കുറച്ച് പേപ്പർ വർക്കിന്റെ കാര്യങ്ങൾ. നിയമപരമായ കാര്യങ്ങളൊക്കെ തുടക്കത്തിലേ ക്ലിയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എന്തൊക്കെ വേണം? നിങ്ങളുടെ സ്ഥാപനം എവിടെയാണോ അവിടുത്തെ ലോക്കൽ ബോഡിയിൽ നിന്ന്, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണം. പിന്നെ വെള്ളം ഒഴുക്കി വിടാനുള്ള ഡ്രെയിനേജ് അപ്രൂവൽ വേണം. പിന്നെ നിങ്ങളുടെ ബിസിനസ് വളർന്ന് ടേൺ ഓവർ ഒരു പരിധി കടക്കുമ്പോൾ GST രജിസ്ട്രേഷനും എടുക്കേണ്ടി വരും. റൈറ്റ്? അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന മെയിൻ ചോദ്യം, ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഇത് തുടങ്ങാൻ കയ്യിൽ നിന്ന് എത്ര കാശ് പൊട്ടും, അല്ലേ? നമുക്ക് ആ കണക്കുകളിലേക്ക് തന്നെ നേരിട്ട് കടക്കാം. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? മാസച്ചെലവ് എന്തൊക്കെ വരും? എല്ലാം നോക്കാം. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയൊരു എമൗണ്ട് പോകുന്നത് സ്ഥലത്തിന്റെ അഡ്വാൻസിനും പിന്നെ അത്യാവശ്യം ഇന്റീരിയർ വർക്കുകൾക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഷീനുകൾ വേണം, അല്ലേ? നല്ലൊരു പ്രഷർ വാഷർ, വാക്യൂം ക്ലീനർ, പോളിഷിംഗ് മെഷീനുകൾ, ഇതൊക്കെയാണ് മെയിൻ. കൂട്ടത്തിൽ കുറച്ച് കെമിക്കൽസും പിന്നെ നമ്മുടെ കടയ്ക്കൊരു പേരും ബോർഡൊക്കെ വെക്കാൻ കുറച്ച് ബ്രാൻഡിംഗ് ചെലവുകളും ഇത്രയാകുമ്പോൾ ഒരു ഏകദേശ രൂപമാവും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഈ ബിസിനസ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഏകദേശം ഒരു 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇത് നിങ്ങൾ എടുക്കുന്ന സ്ഥലം, വാങ്ങുന്ന മെഷീനുകളുടെ ബ്രാൻഡ്, ഇതൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇതൊരു ആവറേജ് കണക്കാണ്. ഇനി നമുക്ക് മാസച്ചിലവുകൾ നോക്കാം. റണ്ണിംഗ് കോസ്റ്റ്. ഇതിൽ ഏറ്റവും വലുത് സ്റ്റാഫിന്റെ ശമ്പളം തന്നെയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സ്ഥലത്തിന്റെ വാടക, കെമിക്കൽസ് വാങ്ങുന്നത്, പിന്നെ കറന്റ്, വെള്ളം, അങ്ങനെ കുറച്ചു കാര്യങ്ങൾ. എല്ലാം കൂടെ മാസം 1,15,000 രൂപയോളം ഓപ്പറേറ്റിംഗ് കോസ്റ്റായിട്ട് വരും. ഈ ഒരു ഫിഗർ നമ്മൾ മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പൊ ചെലവുകളുടെ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന ആ ഭാഗം, വരുമാനം. ഇതിൽ നിന്ന് റിയലായിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും? വെറുതെ വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ സംസാരിക്കാം. നിങ്ങളുടെ വരുമാനത്തിന്റെ റേഞ്ച് എത്ര വലുതാണെന്ന് നോക്കിക്കേ. ഒരു 300 രൂപയുടെ ബേസിക് വാഷ് മുതൽ ഒറ്റയടിക്ക് 40,000 രൂപ വരെ കിട്ടുന്ന സെറാമിക് കോട്ടിംഗ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതാണ് കോംബോ മോഡലിന്റെ പവർ.
ചെറിയ വരുമാനവും കിട്ടും, വലിയ വരുമാനവും കിട്ടും. ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർമ്മയിൽ വെച്ചോ. കാർ വാഷ് എന്ന് പറയുന്നത് നിങ്ങളുടെ കടയുടെ ഡെയിലി ചെലവുകളൊക്കെ നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ക്യാഷ് ഫ്ലോ ആണ്. അത് കട പൂട്ടാതെ നോക്കും. പക്ഷേ ആ റിയൽ പ്രോഫിറ്റ് എൻജിൻ അത് ഡീറ്റെയിലിംഗ് തന്നെയാണ്. നമ്മുടെ ഫോക്കസ് അവിടെയായിരിക്കണം. നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു കണക്ക് നോക്കാം. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കണക്ക്. ഒരു ദിവസം വെറും 20 കാർ, അതും ബേസിക് വാഷിന് മാത്രം വന്നാൽ പോലും മാസം 3 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം അവിടെ കിട്ടി. ഇനി അതിന്റെ കൂടെ മാസത്തിൽ വരും 4 സെറാമിക് കോട്ടിംഗ് ഓർഡർ കിട്ടിയെന്ന് വെക്കുക. അതിൽ നിന്ന് 1 ലക്ഷം രൂപ എക്സ്ട്രാ. അപ്പൊ ടോട്ടൽ എത്രയായി? മാസം 4 ലക്ഷത്തിന് മുകളിൽ വരുമാനം. സിമ്പിൾ. അപ്പോ ഫൈനൽ കണക്ക് നോക്കിയാലോ? 4 ലക്ഷത്തിന് മുകളിൽ നമുക്ക് വരുമാനം കിട്ടി. അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മാസച്ചിലവ് ആ 1,15,000 രൂപ അങ്ങ് കുറയ്ക്കുക. ബാക്കി കയ്യിൽ എന്തുവരും? നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോ ബിസിനസ് തുടങ്ങി, ലാഭത്തിലായി, അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അതിനെ അടുത്ത ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോവാം, ബിസിനസ് എങ്ങനെ വളർത്താം, അതിനുള്ള ചില വഴികൾ കൂടി നമുക്ക് നോക്കാം. ഇനി മാർക്കറ്റിംഗിനെ കുറച്ച് സ്മാർട്ട് വഴികൾ പറയാം. 1. ഇൻസ്റ്റഗ്രാം റീൽസ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോസ് ഇട്ടാൽ ഭയങ്കര റീച്ച് കിട്ടും. 2. വരുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് ഗൂഗിളിൽ നല്ല റിവ്യൂ ഇടിപ്പിക്കുക. അത് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. പിന്നെ വാട്സാപ്പിലൂടെ ബുക്കിംഗ് എടുക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും. യൂസ്ഡ് കാർ ഷോറൂമുകളുമായി ഒരു ടൈഅപ്പ് ഉണ്ടാക്കുന്നത് നല്ലൊരു ഐഡിയയാണ്. അതുപോലെ സ്ഥിരം വരുന്നവർക്ക് മെമ്പർഷിപ്പ് പ്ലാനുകളും കൊടുക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് എന്ത് ചെയ്യരുതെന്നറിയുന്നതും, അല്ലേ? അപ്പോൾ ഒഴിവാക്കേണ്ട ചില തെറ്റുകൾ പറയാം. ഒന്നാമതായി, ലാഭം നോക്കി വില കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത കെമിക്കലുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. 2. ട്രെയിനിംഗ് ഇല്ലാത്ത സ്റ്റാഫിനെ വെക്കരുത്. 3. കസ്റ്റമറുടെ കംപ്ലയിന്റ്സ് കേട്ടില്ലെന്ന് നടിക്കരുത്. പിന്നെ ഡീറ്റെയിലിംഗ് റൂം എപ്പോഴും ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. ഈ തെറ്റുകൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കാം. ഒരു ഗ്രോത്ത് പ്ലാൻ എങ്ങനെയായിരിക്കണം? ചിലപ്പോ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമുക്കൊരു സെറാമിക് കോട്ടിംഗ് സ്പെഷ്യലിസ്റ്റിനെ തന്നെ നിയമിക്കാം. 1 വർഷം കഴിയുമ്പോൾ PPF, അതായത് പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലം പോലുള്ള പുതിയ സർവീസുകൾ തുടങ്ങാം. നല്ല പൈസ കിട്ടുന്ന ഏരിയയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാർ ആക്സസറികൾ വിൽക്കുന്ന ഒരു ചെറിയ സെക്ഷൻ തുടങ്ങാം. അവസാനം എന്തുകൊണ്ട് രണ്ടാമതൊരു ബ്രാഞ്ച് തുടങ്ങിക്കൂടാ? ഗ്രോത്തിനൊരു ലിമിറ്റും വെക്കണ്ട. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം ചുരുക്കം ഇതാണ്. ഒരു വിജയ ഫോർമുല. എന്താണത്? ശരിയായൊരു ലൊക്കേഷൻ, കഴിവുള്ള കുറച്ച് സ്റ്റാഫ്, പിന്നെ കിടിലൻ മാർക്കറ്റിംഗ്. ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് ഒരുമിച്ച് വന്നാൽ കേരളത്തിൽ ഈ ബിസിനസ് ക്ലിക്കാവും. വിജയം ഉറപ്പാണ്. അപ്പൊ അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ വിജയത്തിന് നിങ്ങൾ റെഡിയാണോ?